മാപ്പ് പറയേണ്ടത് ഏറ്റവും സാമാന്യമായിട്ടുള്ള ഒരു യുക്തിയാണ്. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. പാർലമെൻറ്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയുണ്ടായി. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് പാർലമെൻറ്റ് ജനാധിപത്യ നിഷേധത്തിൻ്റെ വേദിയാക്കി മാറ്റി ഭരണഘടനാ നിർമ്മാതാക്കളെ ഉൾപ്പെടെ അവഹേളിച്ച് BJPയുടെ ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനത്തിൻ്റെ പാതയാണ് ഇപ്പോഴവർ ഒരുക്കാൻ നോക്കുന്നത്. MP എന്ന നിലയിൽ ഞാൻ പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യങ്ങളോടുൾപ്പെടെ അവരെടുത്തിട്ടുള്ള സമീപനം ഇവിടെ പറയാതെ നിർവാഹമില്ല. ചോദിച്ച ചോദ്യങ്ങൾക്ക് നിലവിൽ ഉത്തരം തരുന്നില്ല. ചോദ്യങ്ങളെ അവർക്ക് വേണ്ട നിലയിൽ ചോദിക്കാൻ വേണ്ടി അംഗങ്ങളെ നിർബന്ധിക്കുന്നതിനിടയാക്കുന്ന നിലയിലാണ് സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുദാഹരണം, ഞാൻ നേരത്തെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിലെ ആകെയുള്ള ഒഴിവിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. കരസേനയിലെ ഒഴിവ്, നാവികസേനയിലെ ഒഴിവ്, വ്യോമസേനയിലെ ഒഴിവ്. എനിക്ക് മറുപടി കിട്ടുകയും നിങ്ങളൊക്കെ അത് വാർത്തയാക്കുകയും ചെയ്തതാണ്. റെയിൽവേയിലെ ഒഴിവിനെക്കുറിച്ച് ചോദിച്ചു, അതിലുത്തരം കിട്ടി. അങ്ങനെ പല നിലയിൽ 2021, 22 വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഒഴിവ് കിട്ടിയത്, എൻ്റെ കണക്ക് കിട്ടിയത് നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും. എന്നാൽ തുടർ വർഷങ്ങളിൽ എടുത്തിട്ടുള്ള സമീപനം എന്താണെന്ന് വെച്ചാൽ, സൈന്യത്തിലെ ഒഴിവിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഉത്തരം തരാൻ പറ്റില്ല എന്നാണ്. നോക്കൂ, സൈന്യത്തിൽ ആർമിയിൽ എത്ര ഒഴിവുണ്ട് എന്ന് ചോദിച്ചാൽ അതെന്തിനാണ് ഇത്തരത്തിലൊരു മറുപടിയാക്കി മാറ്റുന്നത് വെച്ചാൽ, രാജ്യരക്ഷയുടെ പ്രശ്നമായതുകൊണ്ട് അതിൽ മറുപടി തരാൻ പറ്റില്ല. ചെലവഴിച്ച കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസുരക്ഷയുടെ പ്രശ്നമാണ്. വിമാനത്തിൻ്റെ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ്. ഏത് കണക്ക് ചോദിക്കുമ്പോഴും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ്, അതുകൊണ്ട് നൽകേണ്ടതില്ല എന്ന മട്ടിലാണ് ഇവരുടെ മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്യന്തം അപലനീയമായിട്ടുള്ള ഒരു സമീപനമാണ് പാർലമെൻറ്റിൽ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തെ മാനിക്കാതെ, പ്രതിപക്ഷ അംഗങ്ങൾക്ക് പരിഗണന നൽകാതെ, ചർച്ചയ്ക്ക് അവസരം നൽകാതെ, അംബേദ്കർ ഉൾപ്പെടെയുള്ള മഹാന്മാരായിട്ടുള്ള വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ ഭരണ നിർവഹണം ഒരിക്കലും രാജ്യത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും സഭയ്ക്ക് പുറത്ത് മകർദ്വാറിൽ പ്രതിഷേധിച്ചിരുന്നു. ആ ഘട്ടത്തിൽ കയ്യാങ്കളി ഉണ്ടായതായുള്ള ആരോപണങ്ങളുണ്ട്. BJP അംഗങ്ങൾക്ക് പരിക്കേറ്റതായുള്ള ആക്ഷേപങ്ങളുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? പ്രതിപക്ഷം മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഇടയിലേക്ക് ആ പരിപാടി അലങ്കോലപ്പെടുത്തുക എന്ന ഉദ്ദേശവുമായിട്ടാണ് ഭരണപക്ഷത്തിൻ്റെ ആളുകൾ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും ഒരു അംഗീകരിക്കാനാവാത്ത പ്രവൃത്തിയാണ്. കാരണം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ മകരദ്വാറിലേക്ക് അംബേദ്കർ പ്രതിമയിൽ നിന്ന് അങ്ങോട്ട് പ്രകടനമായി വന്ന് അവിടെ ഇരുന്ന് സമരം ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങളാകെ അതിൽ ഭാഗവാക്കായിട്ടുള്ള ആളുകളാണ്. ഭരണപക്ഷത്തിൻ്റെ ആളുകൾ അലങ്കോലമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് അവിടേക്ക് വന്നിട്ടുള്ളത്.